കൊച്ചി റിട്ടയർഡ് ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് ജഡ്ജിയുടെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുത്ത കേസിൽ ഓൺലൈൻ തട്ടിപ്പ് സംഘത്തിലെ 3 പേര് കൈയോടെ പിടിയിലായി എന്ന സുഖകരമായ വാർത്ത കൊച്ചിയിൽ നിന്ന് വരുന്നുണ്ട്. തലശ്ശേരി സ്വദേശികളായ മുഹമ്മദ് ഷാർജിൽ, മിർഷാദ് എന്നീ 3 പേരാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ ആയത്. എന്നുവെച്ചാൽ രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടലെന്ന് പണ്ട് സിനിമയെ പറഞ്ഞില്ലേ, അതുപോലെ ജഡ്ജിയോടാ കളി. എന്തായാലും ട്രേഡിങ്ങിൻ്റെ പേരിൽ, ഓൺലൈൻ ഷെയർ ട്രേഡിങ്ങിൻ്റെ പേരിലായിരുന്നു ജസ്റ്റിസ് ശശിധരൻ നമ്പ്യാരിൽ നിന്ന് ഈ സംഘം 90 ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് നമുക്ക് വിവരം. കൊച്ചിയിൽ നിന്ന് നമ്മുടെ പ്രതിനിധി അമൽ സുരേന്ദ്രൻ കൂടി തത്സമയം ചേരുന്നു. അമൽ, യഥാർത്ഥത്തിൽ ഈ 3 പ്രതികൾ മാത്രമേ ഇതിലുള്ളൂ? 90 ലക്ഷം രൂപ പോയതിനകത്ത് മറ്റാരെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഗുഡ് മോർണിംഗ്. കടലുണ്ടി പുഴയിലേക്ക് താങ്കൾക്കും സ്വാഗതം. SKN, വെരി ഗുഡ് മോർണിംഗ്. ഏതായാലും കൊച്ചിയിൽ സാമ്പത്തിക തട്ടിപ്പുകളെക്കുറിച്ചുള്ള വാർത്തകൾ കുറച്ചധികം നാളുകളായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തന്നെ ഈ വാർത്ത നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഷെയർ ട്രേഡിങ്ങിൻ്റെ മറവിൽ, അല്ലെങ്കിൽ ഷെയർ ട്രേഡിങ്ങിൽ വഴി നിങ്ങൾക്ക് കൂടുതൽ ലാഭം നൽകാം എന്ന് പറഞ്ഞുകൊണ്ടാണ് തട്ടിപ്പ് സംഘങ്ങൾ നിയമത്തിലും സാങ്കേതിക വിദ്യയിലും വലിയ പരിജ്ഞാനമുള്ള ആളുകളെപ്പോലും തങ്ങളുടെ കെണിയിൽ വീഴ്ത്തുന്നത്. പലരും സമൂഹത്തിലുള്ള നിലയും മാനവും പോകും എന്ന ഒറ്റ കാരണത്തിൻ്റെ പേരിൽ മാത്രമാണ് ഇതിലും അധികമായിട്ടുള്ള തുകകൾ നഷ്ടപ്പെട്ട പലരും പുറത്തു വന്ന വിവരങ്ങൾ പറയാത്തത്. ഏതായാലും ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജിയിൽ നിന്ന് തന്നെ 90 ലക്ഷം രൂപ ഇത്തരത്തിൽ തട്ടിയെടുത്ത സംഭവം വലിയ വാർത്തയായിരുന്നു. അതേ തുടർന്ന് ഹൈക്കോടതി ജഡ്ജി ഇത് മറച്ചുവെക്കുകയല്ല, പരാതിപ്പെടുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട പണത്തിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ നേരത്തെ തന്നെ തിരിച്ചു ലഭിച്ചിരുന്നു. പക്ഷേ ഈ പ്രതികളെ കുറിച്ചുള്ള അന്വേഷണം പോലീസ് ഊർജിതമായി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. തൃപ്പൂണിത്തുറ പോലീസും എറണാകുളം സൈബർ പോലീസുമാണ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരുന്നത്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ കോഴിക്കോട് നിന്നും തലശ്ശേരിയിൽ നിന്നുമായിട്ട് 3 പ്രതികളെ എറണാകുളം സൈബർ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. തലശ്ശേരി സ്വദേശികളായ മുഹമ്മദ് ഷാർജിൽ, മിർഷാദ് എന്നിവരെയാണ്, 3 പേരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജിയായിരുന്ന ശശിധരൻ നമ്പ്യാരിൽ നിന്ന് ഏതാണ്ട് 90 ലക്ഷം രൂപയായിരുന്നു നഷ്ടപ്പെട്ടിരുന്നത്. ഏതായാലും ഈ ഓൺലൈൻ സംഘങ്ങൾക്ക്, കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾക്ക് ഉത്തരേന്ത്യയിലുള്ള തട്ടിപ്പ് സംഘങ്ങളുമായി, വലിയ മാഫിയകളുമായിട്ടുള്ള ബന്ധം ഉണ്ട് എന്നൊരു സംശയവും പോലീസിനുണ്ട്. ഏതായാലും ഇവരിപ്പോൾ സൈബർ പോലീസ് സ്റ്റേഷൻ കാക്കനാടാണ് ഉള്ളത്. ഇവരുടെ അറസ്റ്റ് അല്പസമയത്തിന് ശേഷം രേഖപ്പെടുത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. SKN.